നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ഹരിയെ പുറത്തിറക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കുന്നുണ്ട് ശിവശങ്കരന്. അങ്ങനെ ശിവശങ്കരനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ കസിൻ വരുന്നുണ്ട്. പിന്നീട് അയാളുമായിട്ട് ഹരിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പം ഇവർക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാളുണ്ട്, ഒരു നേതാവുണ്ട്. അയാൾ പറയുവാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ എന്തേലുമൊക്കെ നടക്കുമായിരിക്കും. കൈമൾ സാറ് പറയുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഹരിയെ പുറത്തിറക്കാൻ പറ്റുമായിരിക്കും. കൈമൾ സാറിനെ കൊണ്ട് ഈ പറയുന്ന ശരണ്യയുടെ അച്ഛനോട് സംസാരിപ്പിക്കാം. നല്ല കാര്യമല്ലേ? ഒരു പക്ഷേങ്കിൽ അയാൾ ഇനിയിപ്പം മോളോട് പറഞ്ഞിട്ട് ഹരി ഈ പോക്സോ കേസിൽ നിന്ന് ഒഴിവാക്കിയാലോ എന്ന് എനിക്കൊരു ചിന്തയുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കരൻ ആ പഴയ ടെൻഷനായി. ശിവശങ്കരൻ പറഞ്ഞു, ഞാൻ അയാളെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു, ശരണ്യയുടെ അച്ഛനെ. പക്ഷെ അയാൾ എന്നെ ചീത്ത പറഞ്ഞ് കോള് കട്ട് ചെയ്തേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പ്രഭാകരനെ ഒന്ന് പോയി കാണാം, അയാളോട് സംസാരിക്കാം. അയാളോട് സംസാരിച്ചിട്ട് ശിവശങ്കരനുമായിട്ട് ഒന്ന് സംസാരിക്കാനായിട്ട് പറയാം. നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ച് കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുക. ചിലപ്പം കുറച്ച് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. പൈസയ്ക്കൊക്കെ ഇഷ്ടംപോലെ ആവശ്യങ്ങൾ കാണത്തില്ലേ, അതുകൊണ്ട് സമ്മതിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. ശിവശങ്കരൻ പറഞ്ഞു, അങ്ങനെ തോന്നുന്നില്ല, എന്നാലും നമുക്ക് ആ വഴിക്കൂടെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, അയാൾക്ക് ഈ പറയുന്ന പ്രഭാകരനെ പരിചയമുണ്ട്. അങ്ങനെ പ്രഭാകരനെ കാണാനായിട്ട് അയാൾ ചെന്നു. പ്രഭാകരനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നേ. വീട്ടിൽ വെച്ചൊന്നും സംസാരിച്ചില്ല. ഇനിയിപ്പോൾ വീട്ടിൽ വെച്ച് സംസാരിക്കുന്ന സമയത്ത് മറ്റേ മക്കളൊക്കെ ഉണ്ടല്ലോ, ആൺമക്കളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് പ്രഭാകരനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ പുറത്തു പോയതിന് ശേഷം സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. പോക്സോ കേസിൽ നിന്ന് ഹരിയെ ഒഴിവാക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുക. പ്രഭാകരനാണെങ്കിൽ അമ്പിനും മില്ലിനും എടുക്കുന്നുണ്ടായിരുന്നില്ല. അവനെ ഞാൻ ഒഴിവാക്കണോ അല്ലേ? അവൻ എൻ്റെ മോളോട് ചെയ്ത ക്രൂരത എന്താ? നിസ്സാര കാര്യമാണോ ചെയ്തേ? അത് പുറത്ത് പറയാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് കൊടും ക്രൂരത അവൻ ചെയ്തേ. അവൻ എൻ്റെ പെൺകൊച്ചിനെ പ്രേമിച്ച് വശത്താക്കിക്കൊണ്ട് പോയതും പോരാഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചു. ഒരച്ഛനെന്ന നിലയിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല സാറേ. സാറിനാണെ സഹിക്കാൻ പറ്റുമോ? സാറിൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളുടെ വായിക്കകത്ത് നാക്കില്ല, എന്തേലും പറയാൻ പറ്റുമോ? ഒടുവിൽ അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇതിനെന്തേലും ഒരു പരിഹാരം വേണമല്ലോ. ശിവശങ്കരനുമായിട്ടൊന്ന് സംസാരിച്ചു നോക്ക്. ശിവശങ്കരനുമായിട്ടോ? അതെ, ഹരിയുടെ അച്ഛനുമായിട്ടൊന്ന് സംസാരിച്ചു നോക്ക്. ഒരു പക്ഷേങ്കിൽ അയാളുമായിട്ട് സംസാരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം അതുകൊണ്ട് ഗുണമുണ്ടായിരിക്കും. എന്ത് വെള്ളം തരാൻ അവർ തയ്യാറാ, നഷ്ടപരിഹാരം തരാൻ തയ്യാറാ. പ്രഭാകരന് ദേഷ്യം വന്നു. നഷ്ടപരിഹാരം എൻ്റെ മോൾക്കും എനിക്കൊന്നും നഷ്ടപരിഹാരം വേണ്ട. അവൻ്റെ വീട്ടിൽ നിന്ന് വരുന്നത് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? നഷ്ടപരിഹാരം മേടിച്ചോണ്ട് ഞങ്ങൾ തലയും താഴ്ത്തി നിൽക്കുമെന്നോ? ഒരു കാരണവശാലും ഇല്ല. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അതെ, ഈ പറയുന്ന ഹരി ഇതിനു മുമ്പ് അവളെ പീഡിപ്പിച്ചിട്ടില്ലെന്നൊക്കെ പറയണേ. അതിൻ്റെ സത്യാവസ്ഥ എന്താ നമുക്കറിയില്ല. അവനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നെ ശരണ്യയ്ക്ക് കോടതിയിൽ തുറന്നു പറയുന്നതല്ലേ നല്ലത്. ഇപ്പം അവനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് ശിക്ഷ അവന് കിട്ടട്ടെ. പക്ഷെ ചെയ്യാത്ത കുറ്റത്തിന് അവന് ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമുണ്ടാവും. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, ഒന്ന് സംസാരിച്ച് നോക്കുക. ഞാൻ നിങ്ങളുടെ നന്മയെ കരുതിയിട്ടാണ് പറയണേ. കാരണം ഈ പറയുന്ന ഹരിയുടെ വീട്ടുകാരുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കി, പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുകയും നല്ല കാര്യമല്ലേ? നിങ്ങൾ മോളോട് ഒന്ന് സംസാരിച്ച് നോക്ക്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അയാളും കൂടെ പോയി. പ്രഭാകരൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, വല്ലാത്തൊരു ടെൻഷനായി. ഒരു പക്ഷേങ്കിൽ ഈ പറയുന്ന പോലെ ആ ഹരി തൻ്റെ മോളെ ഇതിനു മുമ്പ് ഉപദ്രവിച്ചിട്ടുണ്ടോ ഇല്ലോ എന്നറിയില്ല. ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലോ ഇനി അവൻ കള്ളത്തരം പറയുന്നതാണെങ്കിലോ പോക്സോ കേസിൽ നിന്ന് ഒഴിവാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും പ്രഭാകരൻ ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് അറിയുണ്ടായിരുന്നില്ല. ആ സമയം അലീനയും രോഹിത്തും കൂടെ കോളേജിലേക്ക് പണ്ടിറങ്ങണം. അപ്പം രോഹിത്തിനെ കൊണ്ട് കോളേജിൽ വിടാം, ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചോളാം എന്ന് അലീന വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു രോഹിത്തിന്. രോഹിത്ത് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട്. തിരിച്ചു അലീന എന്ത് ചെയ്യുക? അലീന ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. എടാ മോനെ, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞു. നിനക്കറിയാലോ, നിന്റെ പ്രവൃത്തികൾ കൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ട ഓരോ ഭാഗവും അവൾ പൊരുതി നേടി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിനക്ക് വേണ്ടിയിട്ടാണ് അവൾ പൊരുതിക്കൊണ്ടിരിക്കണേ. നിന്റെ ജീവിതം കരിപ്പിടിപ്പിക്കാനായിട്ട് അവൾ എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് നിനക്കറിയാലോ. അപ്പം ഇനി നീയായിട്ട് അത് ഇല്ലാതാക്കരുത്. കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുക. അതുമാത്രമല്ല, മുമ്പത്തെ പോലത്തെ പ്രശ്നങ്ങളൊന്നും ചെന്ന് തലയിടാതിരിക്കുക. നിനക്ക് നിൻ്റേതായ ഒരു സ്റ്റാൻഡ് വേണം. മറ്റുള്ളവർ പറയുന്ന കേട്ട് അവരുടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെയാണ് ഇല്ലാതാകുന്നതെന്നുള്ള ചിന്ത വേണം. പിന്നെ അലീനെക്കുറിച്ച് അറിയാലോ, അവൾ നിനക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം
ഇത്രമാത്രം കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്? ആ ഒരു ചിന്ത നിനക്കുണ്ടായ നല്ലത്. ഇനി പഴയതുപോലെ തന്നെ പഴയ പോലെ കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് പെട്ട ഓരോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ കരിപ്പിടിപ്പിക്കാനായിട്ട് ഒരുപക്ഷെ ഞാനോ അവളോ ഒന്നും ഉണ്ടായിന്ന് വരത്തില്ല. അങ്ങനെ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തു. രോഹിത്ത് പറഞ്ഞു, എനിക്കറിയാച്ചാ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ആ സമയം അലീന വന്നു. ആ എന്താ നമുക്ക് പോയാലോന്ന് ചോദിച്ചു. പോവാന്ന് പറഞ്ഞു. അച്ഛൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം ആ പ്രിൻസിപ്പളിന്റെ കയ്യെ പോയി വീണതാ, ഇത്തവണ നീ തന്നെ ചെല്ല് എന്ന് പറഞ്ഞു. അലീനയ്ക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു. കാരണം ആരുടെ മുന്നിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ അലീനയ്ക്ക് സാധിക്കും. താൻ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിയുവാണെങ്കിൽ ഉറപ്പായിട്ടും രോഹിത്തിനവിടെ കോളേജിൽ വീണ്ടും പഠിക്കാൻ പറ്റും എന്നൊരു ചിന്ത, ഒരു ആത്മവിശ്വാസം അവളുടെ മനസ്സിലുണ്ടായിരുന്നു താനും. അങ്ങനെ രോഹിത്തിനെ കൊണ്ട് കോളേജിലേക്ക് പോവണം. അപ്പോൾ കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളൊക്കെ ഇങ്ങനെ രോഹിത്തിനെ ഇങ്ങനെ ഒരു അന്യഗ്രഹീയ ജീവിയെ പോലെ നോക്കുന്നത്. കാരണം പീഡന കേസിലെ പ്രതിയല്ലേ, ഇന്നലെ കണ്ട പോലെ ഒരവസ്ഥയിലല്ല ബാക്കി കുട്ടികളൊക്കെ ഇന്ന് അവനെ നോക്കുന്നത്. നേരത്തെ കോളേജിലൊക്കെ ഭയങ്കര അടിച്ചു പൊളിച്ച് നടന്നവനാണ്. ഇന്ന് പക്ഷേ ആരുടെ മുഖത്ത് നോക്കാൻ പോലും അവൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഒടുവിൽ പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് രോഹിത്തും അലീനയും കൂടെ ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്ന് അലീന രോഹിത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പളിനോട് പറഞ്ഞു. അപ്പോഴേക്കും പ്രിൻസിപ്പൾ പറഞ്ഞു, ഇതിനെക്കുറിച്ച് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, ഒരു ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് വേണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാൾ ചിലപ്പോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരിക്കാം. അപ്പോഴേക്കും അലീന പറഞ്ഞു, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ല സാറേ കോടതി വെറുതെ വിട്ടത്. നിരപരാധിയായ ഒരാളെ ശിക്ഷിക്കുന്നത് ശരിയാണോ? എന്തെങ്കിലും തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനല്ല അധ്യാപകർ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഇവൻ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, തെറ്റ് സംഭവിച്ചിട്ടില്ല, എന്നിട്ട് അവനെ ഇനി ഒഴിവാക്കി നിർത്തുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? സാറ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പറയുന്നുണ്ട്. ഒടുവിൽ പ്രിൻസിപ്പളിന് തന്നെ തോന്നി അലീനെ പറയുന്നതിൽ കാര്യമുണ്ടെന്ന്. അലീനയുടെ കാര്യമല്ലേ, അലീനയുടെ സ്വഭാവമല്ലേ. അലീന ആരെയും വാക്ചാതുര്യം കൊണ്ട് വീഴിക്കാനുള്ള പ്രത്യേക കഴിവ് അലീനയ്ക്കുണ്ട്. അവളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എണ്ണി പറയുമ്പോഴത്തേനും പ്രിൻസിപ്പളിനും തോന്നി ശരിയാന്നുള്ള കാര്യം മനസ്സിലാവാണ്. ഒടുവിൽ രോഹിത്തിനോട് പറഞ്ഞു, കയറിയിരുന്നു, ഇനി ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എന്നൊക്കെ ഒരു ഉപദേശവും കാര്യങ്ങളും രോഹിത്തിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കുട്ടി വന്ന് പറഞ്ഞോണ്ടാ. അവസാനം ചോദിച്ചു, രോഹിത്തിൻ്റെ ആരാ നിങ്ങളെന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം രോഹിത്ത് അലീനയെ നോക്കി. പെട്ടെന്ന് അലീന പറഞ്ഞു, ഞാനിവൻ്റെ ചേച്ചിയാന്ന് പറഞ്ഞു. രോഹിത്തിന് ഭയങ്കര അഭിമാനം തോന്നിയൊരു നിമിഷമായിരുന്നത്. തൻ്റെ ചേച്ചി എന്ന് പറയുമ്പോൾ മുമ്പായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അങ്ങനെ രോഹിത്ത് വീണ്ടും കോളേജിലേക്ക് എല്ലാവരും നോക്കി ഇങ്ങനെ ചിരിക്കുന്ന സമയത്ത് അലീന രോഹിത്തിനോട് പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, ടെൻഷൻ അടിക്കേണ്ട, ധൈര്യമായിട്ട് പോയിക്കോ ക്ലാസ്സിലേക്കോ, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ആദ്യം എല്ലാവരും ഒരത്ഭുത ജീവിയെപ്പോൾ നോക്കുമായിരിക്കും, പിന്നെ എല്ലാം സാവധാനം ശരിയായിക്കോളും. നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിനക്കറിയാം, പിന്നെ നീ എന്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ തല ഉനിക്കുന്നേ? ധൈര്യപൂർവ്വം തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം. നീ ഒരു തെറ്റും ചെയ്യാതെ വന്നിരിക്കുന്നത്. ആ ഒരു ആത്മവിശ്വാസം ഉള്ളിടത്തോളം കാലം നിനക്ക് ഇനി പിന്നോട്ട് പോകേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം, ഇനി പഴയതുപോലെയുള്ള കൂട്ടുകെട്ടുകളൊന്നും ചാടാതെ നല്ല രീതിയിൽ പഠിക്കാൻ നോക്ക്. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ നോക്കണം. കുറെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. അലീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രോഹിത്തിന് പിന്നെ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. അല്ലായിരുന്നെങ്കിൽ രോഹിത്തിന് കോളേജിലേക്ക് കാലെടുത്ത് വെക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ഒരു ടെൻഷനായിരുന്നു, മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. പക്ഷെ അലീനയുടെ കൂടെ പോയി കഴിഞ്ഞപ്പം അവൻ്റെ ആത്മവിശ്വാസമൊക്കെ വന്നു. അങ്ങനെ അലീന വീട്ടിലേക്ക് വരുമ്പോൾ ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അലീന കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നീയാണ് ഈ കുടുംബത്തെ ശരിക്കും ഇപ്പം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നീയാണ് ഈ വീട് വിട്ടാൽ പോകാമെന്ന് പറഞ്ഞ്. നീ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ ഈ വീടാവും നിനക്ക് തോന്നുന്നുണ്ടോ? ഇവിടെയുള്ള ബബിതയ്ക്കും എനിക്കും രോഗത്തിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ പ്രവൃത്തികൾ കൊണ്ടാണ്, നിൻ്റെ കഴിവുകൾ കൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്നത്. അല്ലാതല്ല എന്നൊക്കെ പറഞ്ഞ് അലീനോട് സംസാരിക്കുന്നുണ്ട്. അലീനയ്ക്കും ഭയങ്കര വിഷമമുള്ള കാര്യമാണ് വീട്ടിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞാൽ. ഈ സമയം പ്രഭാകരൻ വന്നിട്ട് ശരണയുടെ അമ്മയോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇന്ന പോലൊരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ആ ഹരിയുടെ അച്ഛനുമായിട്ട് സംസാരിക്കാനാണ് പറയണേ. അപ്പോഴേക്കും ശരണയുടെ അമ്മ ചോദിച്ചു, അല്ല നിങ്ങളെന്ത് തീരുമാനിച്ചു? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു വീർപ്പുമുട്ടല. ആ ചെക്കനങ്ങാട് ജാമ്യം കിട്ടണമെങ്കിൽ ഇവള് കോടതിയിൽ ഇങ്ങനെ പറയണമെന്ന്. അത് കേട്ട് ശരണയുടെ അമ്മ പറഞ്ഞു, അത് പറയാൻ പറ്റുന്ന കാര്യമാണോ? അവൻ ചെയ്ത ക്രൂരത നിസ്സാരമാണ്. അതെ, ഞാനത് അയാളോട് പറയുകയും ചെയ്തു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പ്രഭാകരനും ആകെപ്പാടെ ടെൻഷനായി. അവന് ജാമ്യം കിട്ടി പുറത്തിറങ്ങണമെങ്കിൽ ശരണയുടെ കാരുണ്യം വേണം താനും. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.